എന്താ നിങ്ങൾ കാണിക്കണേ? എന്താ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാ നീ? കുട്ടിശങ്കരൻ ചെന്നെ വിളിച്ചു നിൽക്കാന്ന് വിചാരിച്ചു. ഞാൻ വല്ലതും പറയുന്നതിനാ. എന്താണ് നിങ്ങളൊരു കൂട്ടുകാരനില്ല, ഒരു അമ്പലം തണ്ടി ആനപ്രാന്തൻ. അങ്ങോട്ട് വിളിച്ചു കയറ്റാൻ പറ്റിയൊരു കൊട്ടാരം. ഇന്നലെ എനിക്ക് തോന്നിയത് കണ്ണങ്ങടെ അടച്ച അപ്പൊ കുട്ടിശങ്കര കണ്ണിൽ തല്ലി. നമ്മുടെ അമ്പലപ്പുഴ കുട്ടിശങ്കരൻ. അമ്പലപ്പുഴ അവനൊരു 7 കൊല്ലം മുമ്പ് ചരിഞ്ഞില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? എന്നും സ്വപ്നം കാണും, എപ്പോഴും സ്വപ്നം കാണും. ശീതളേട്ടാ, ഇന്നലെ നമ്മുടെ പൂരപ്പറമ്പിലേ മണിക്കേരി രാജൻ വന്നിരുന്നു. എന്താ അവന്റെ ഒരു തലയെടുപ്പെന്നറിയോ? പോയില്ലേന്നാ. ഇന്ന് പുലർച്ചെ അവനെ ലോറി കയറ്റി വിട്ടേ പിന്നെയാണ് ഞാൻ പൂരപ്പറമ്പിൽ നിന്ന് പോകുന്നത്. ശീതളേട്ടാ, ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞതേ, നമ്മുടെ മംഗലത്തെ മണിക്കൂട്ടന്റെ പാപ്പാൻ സ്ഥാനത്ത് നിന്ന് ശീതളേട്ടനെ പറഞ്ഞു വിട്ടുന്നു. പറഞ്ഞു വിട്ടോന്നല്ലടാ, ഞാൻ ഇറങ്ങി പോന്നല്ലേ. പക്ഷെ പാപ്പാൻ പറഞ്ഞത് പറഞ്ഞു വിട്ടു. ഞാൻ ഇറങ്ങി പോന്നാണ്. അയാളായിട്ട് നമ്മൾ ഒത്തൂലേ. എന്തൊരു അഭിമാനം പറയാനായിട്ട്. ഉള്ള പണിയും കളഞ്ഞിട്ട് ചൊറിയും കുത്തി വന്നിരിക്കുക. എന്നാ കുടിക്ക്, അതിനൊരു കുറവും വരുത്തണ്ട. ഞാൻ കുടിച്ചാ എന്നാ കുടിക്കണ്ട. ഇല്ല തന്നിട്ട് എന്തൊട്ട് ചായ തരി പഞ്ചസാര ഇട്ടില്ല. അതിന് പഞ്ചസാര വേണ്ടേ? പഞ്ചസാര പാത്രം കഴുകി വെച്ചിട്ടുണ്ട് രണ്ടിലും. പഞ്ചസാര ഇല്ലെങ്കിൽ പോയി മേടിക്കണം. അതെ, എന്റെ ഭർത്താവ് പലചരക്ക് എല്ലാം നടത്തുന്നത് ആനേനെയാ. ആനപ്പിണ്ട് അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര തരൂല അയാള്. അതിന് പൈസ കൊടുക്കണം. ചേച്ചി, ആനപ്പാപ്പാന്ന് പറഞ്ഞ ചില്ലറ കാര്യം. നീ ചായ പിടിച്ചിട്ട് വേഗം പോവാൻ നോക്കിക്കേ. പോ. ആരോടാ വർത്താനം പറയണത്? ഒരു വാലും മൂടെ അറിയാത്ത ടീമാണ്. 4 ദിവസമായിട്ടില്ലേ ഞാൻ അവിടെ ഇരുന്നിട്ട്? അപ്പോഴത്തേക്കും ചായ പഞ്ചസാരില്ല. നീ എന്തറിഞ്ഞിട്ടാ പരിചാതായി പറയണത്? ഈ മനുഷ്യനെ ആ മുതലാളിയുടെ തല്ലും പിടിച്ച് ഈ കുടുംബത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഈ വീട്ടിൽ ഉപ്പുണ്ടോ, മുളകുണ്ടോ, പഞ്ചസാര ഉണ്ടോ? എന്നാ വല്ല പണിക്ക് പോകാൻ പറഞ്ഞാൽ അതും കേൾക്കൂല.